അസ്സലാമു അലൈക്കും. ജസ്ന സ്പൈസസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് പൈനാപ്പിൾ പച്ചടി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ: മുളക് പൊടി വേണം, ഇത് തേങ്ങേൻ്റെ അരപ്പാണ്, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 3 ചെറിയ ഉള്ളി, 3 പീസ് പച്ചമുളക്, 1 കപ്പ് തൈര്, കുറച്ച് മഞ്ഞൾ. ഈ ഒരു കളറിൽ നിങ്ങൾ മഞ്ഞൾ ചേർക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ അതൊക്കെ ഇട്ട് 1 കപ്പ് തൈരും ഇതൊക്കെ ചേർത്ത് നന്നായി പേസ്റ്റായി അരച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് പൈനാപ്പിൾ, നന്നായി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് കറിവേപ്പില, ചെറിയ ഉള്ളി വേണം, ഒരു 4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് വറ്റൽമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കൊന്ന് പൈനാപ്പിളൊന്ന് വേവിച്ചെടുക്കണം. പൈനാപ്പിൾ വേവിക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചെറിയൊരു കപ്പിൽ 1/2 കപ്പ് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പൈനാപ്പിൾ നന്നായി വെള്ളം ഇറങ്ങി വന്നോളും. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾ, കുറച്ചൊരു കളറിന് വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ തേങ്ങേൻ്റെ അരപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ അധികം വേവൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുക്കറിലൊക്കെ വെക്കുമ്പോൾ നന്നായി ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം നന്നായി വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്, അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം. അധികം ഉടഞ്ഞു പോകാൻ പാടില്ല. അതിനുശേഷം അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കണം. തേങ്ങ നിങ്ങൾ നന്നായി അരച്ചെടുക്കാൻ വേണ്ടി നോക്കുക. അത്രയും നന്നായി അരഞ്ഞാൽ മാത്രമേ ഈ കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ചെറുതായി തിളച്ച് വന്നിട്ട് അപ്പോൾ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. എന്താണെന്ന് വെച്ചാൽ നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് കുറച്ചുകൂടി ആ ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നന്നായി പൊട്ടി വന്നാൽ അതിലേക്ക് ചെറിയ ഉള്ളി, വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില കൂടെ ഇട്ട് നന്നായി മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറി അധികം തിളച്ച് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ്. പൊട്ടി വന്ന കടുകിൻ്റെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ മൂടി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ടേസ്റ്റും നല്ല സ്മെല്ലും ആയിരിക്കും കറിക്ക്. അങ്ങനെ മൂടി തുറന്ന് അതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പൈനാപ്പിളിന് നല്ല മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കുറച്ച് അളവ് കുറച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനെടുത്ത പൈനാപ്പിളിന് കുറച്ചൊരു മധുരം കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണമൊക്കെ ആണല്ലോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളെ കമൻസ് എല്ലാം അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുന്നതാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.